Good morning all. Today we are discussing about the topic types of plan. പ്ലാനിങ് എന്താണെന്ന് പറഞ്ഞതുപോലെ പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ് ഫങ്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി പറയാൻ പോകുന്നതാണ് ടൈപ്സ് ഓഫ് പ്ലാൻ. എ മാനേജർ ഈസ് റിക്വയർഡ് ടു ഡിവൈസ് എ നമ്പർ ഓഫ് പ്ലാൻസ് ടു അച്ചീവ് ദി ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യണമെങ്കിൽ ഒരു മാനേജേഴ്സിന് എന്തുണ്ട്, ഒരുപാട് പ്ലാൻസ് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാൻസ് ഏതൊക്കെ ടൈപ്പിലാണ്, അത് ഏതൊക്കെ ടൈപ്പ് ഓഫ് പ്ലാൻസ് ആണ് ഉള്ളതെന്നാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. അപ്പോൾ ഈ പ്ലാൻസിനെ ഒരുപാട് ബേസിസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഓൺ ദി ബേസ് ഓഫ് കൈൻഡ്, അതുപോലെ ഓൺ ദി ബേസ് ഓഫ് യൂസ് ഓർ ഒറിജിൻ എന്ന രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ബേസിസ് എന്ന് പറയുന്നതാണ് ഓൺ ദി ബേസ് ഓഫ് കൈൻഡ്. അതായത് പ്ലാനിൻ്റെ കൈൻഡിനനുസരിച്ചിട്ട് പ്ലാനിങ്ങിനെ എന്തൊക്കെ രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. First one, policies. It is one of the important components of planning. It is basically a statement either expressed or implied of those principles and rules that are set up by exclusive leadership as guides and constraints for the organization's thought and action. പോളിസീസ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഓരോ എവിടെയാണെങ്കിലും പോളിസീസ്, ഓർഗനൈസേഷൻ്റെ പോളിസി ഇതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോളിസി എന്ന് പറഞ്ഞാൽ പ്ലാനിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കോമ്പണൻറ്റിന് തന്നെ ആയിരിക്കും പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോളിസി എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതൊന്നെങ്കിൽ എക്സ്പ്രസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാണ്ട് ഇംപ്ലൈഡുള്ള രീതിയിലായിരിക്കണം. ഒരു ഓർഗനൈസേഷൻ്റെ ഗൈഡ്സിനെ, അതുപോലെ അവിടെ എന്തൊക്കെ കൺസ്ട്രെയിൻസ് ഉണ്ട്, എന്തൊക്കെ തടസ്സങ്ങളാണ് ഉള്ളത്, അതിനൊക്കെ അനുസരിച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസും റൂൾസിൻ്റെ ഒക്കെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ത് പോളിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ തോട്ട് ആക്ഷൻ എന്തൊക്കെയാണ്, അതിന് ആ ഒരു ഓർഗനൈസേഷൻ്റെ തോട്ടിനും ആക്ഷനും ഇതിന് എന്തൊക്കെ കൺസ്ട്രെയിൻസ് വരാം, അതുപോലെ അതിന് എന്തൊക്കെ ഗൈഡ്സ് കൊടുക്കണം, അതിൻ്റെയൊക്കെ ഒരു ബേസിക് സ്റ്റേറ്റ്മെൻ്റ് ആണ് പോളിസി എന്ന് പറയുന്നത്. ഇതിനൊരു ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ ജോർജ ടെറി ഡിഫൈൻസ് എ പോളിസി ഇസ് എ വെർബൽ, റിട്ടൺ ഓർ ഇംപ്ലൈഡ് ഓവറാൾ ഗൈഡ്. പോളിസി എന്ന് പറഞ്ഞാൽ റിട്ടൺ, അതുപോലെ വെർബൽ ഓർ ഇംപ്ലൈഡ്. റിട്ടൺ എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുള്ളത്, വെർബൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അതുപോലെ ഇംപ്ലൈഡ് എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് ചെയ്യാതെയുള്ള രീതിയിലുള്ള ഓവറാൾ ഗൈഡായിരുന്നു. അതുപോലെ സെറ്റിംഗ് ആ ബൗണ്ടറീസ് ദാറ്റ് സപ്ലൈ ദി ജനറൽ ലിമിറ്റ്സ്. ഇവിടെ എന്താ ചെയ്യുന്നത്, ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാണ്. ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഒരു വരമ്പ് എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യാണ്. അപ്പോൾ സപ്ലൈ ദി ജനറൽ ലിമിറ്റ്സ് ആൻഡ് ഡയറക്ഷൻ ഇൻ വിച്ച് മാനേജീരിയൽ ആക്ഷൻ വിൽ ടേക്ക്. എങ്ങനെയാണ് മാനേജീരിയൽ ആക്ഷൻ എടുക്കുന്നത് അതിനുള്ള ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. അതിൽ എന്തൊക്കെയാണ് ലിമിറ്റ്സ് ഉള്ളത്, അതുപോലെ എന്തൊക്കെ ഡയറക്ഷൻസ് കൊടുക്കണം എന്നുള്ള ഒരു ബൗണ്ടറീസാണ് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിട്ട് പോളിസി എന്ന് പറയുകയാണെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യേണ്ട, അതുപോലെ എന്തൊക്കെ ലിമിറ്റ്സ് ആണുള്ളത്, എന്തൊക്കെ ഗൈഡാണുള്ളത്, അതിനൊക്കെ കാണിക്കുന്ന ഒരു ബൗണ്ടറി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ പോളിസി മേക്കിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് മാനേജീരിയൽ പ്ലാനിങ്. മാനേജീരിയൽ പ്ലാനിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് തന്നെയാണ് എന്ത് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ പോളിസി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ബേസിക് ആയിട്ടുള്ള ബാക്കിയുള്ള പ്ലാൻസൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇറ്റ് ഈസ് എ സ്റ്റാൻഡിങ് പ്ലാൻ. അപ്പോൾ പോളിസി എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡിങ് പ്ലാനും കൂടിയാണ്. ഇറ്റ് ഗൈഡ്സ് മാനേജ്മെൻറ്റ് അറ്റ് ഓൾ ലെവൽസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാ ലെവൽസിലും ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പോളിസീസിനനുസരിച്ചിട്ടായിരിക്കും ഓരോ തീരുമാനങ്ങൾ എടുക്കുക. ഇനി ഈ പോളിസീസ് നല്ല രീതിക്ക് ആവണമെങ്കിൽ, ഒരു പോളിസി ഒരു ഗുഡ് പോളിസി ആവണമെങ്കിൽ അതിന് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ സവിശേഷതകൾ നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് പോളിസി. ഫസ്റ്റ് വൺ, എ പോളിസി ഷുഡ് ബി സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ പോളിസി സെറ്റ് ചെയ്യുമ്പോൾ അതെന്താണ് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. രണ്ടാമതെന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ. ഇതെന്തായിരിക്കണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചേഞ്ചസിനനുസരിച്ച് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് ഗുഡ് പോളിസി ഷുഡ് ബി കോ റിലേറ്റഡ് വിത്ത് ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കണം ഒരു ഗുഡ് പോളിസി എന്ന് പറയുന്നത്. അതുപോലെ ഇറ്റ് ഷുഡ് ബി ക്യാപ്പബിൾ ഓഫ് ബീയിങ് അപ്ലൈഡ് ഇൻ ഡിഫറെൻറ്റ് സർക്കംസ്റ്റാൻസസ്. ഒരു പോളിസി നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് എല്ലാ സാഹചര്യങ്ങൾക്കും ക്യാപ്പബിൾ ആണോ എന്നുള്ളത് നോക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് a policy should not be contradictory to any other policies of the same organization. ആ സെയിം ഓർഗനൈസേഷനിൽ തന്നെ ബാക്കിയുള്ള പോളിസീസുമായിട്ട് ഒരിക്കലും ഓപ്പോസിറ്റ് ആവാൻ രീതിയിൽ, എതിർപ്പുള്ള രീതിയിലാവരുത് ഒരു പോളിസി മേക്ക് ചെയ്യുമ്പോൾ.
നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ പോളിസി ഷുഡ് ബി ഫോർമുലേറ്റ് ആഫ്റ്റർ സ്റ്റഡിയിങ് ഓൾ റെലവൻറ്റ് ആസ്പെക്ട്സ് ഓഫ് പ്രോബ്ലം. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഒരു പോളിസി ഉണ്ടാക്കുമ്പോൾ അവിടെ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ളതിൻ്റെ അത് പഠിച്ചിട്ടായിരിക്കണം പോളിസി തയ്യാറാക്കേണ്ടത്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഷുഡ് ബി റിയലിസ്റ്റിക് ആൻഡ് അറ്റൈനബിൾ. അതായത് ഇത് റിയലിസ്റ്റിക്കും അതുപോലെ അറ്റൈനബിളും ആയിരിക്കണം പോളിസി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇറ്റ് മസ്റ്റ് റിഫ്ലക്ട് ദി ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ബിസിനസ് എൻവയോൺമെൻറ്റ്. പോളിസിയിൽ എന്ത് ചെയ്യണം, ഇൻറ്റേർണൽ ഓർഗനൈസേഷൻ്റെ അകത്ത് നടക്കുന്നതും അതുപോലെ ഓർഗനൈസേഷൻ്റെ പുറത്തുള്ള കാര്യങ്ങളിലും റിഫ്ലക്റ്റ് ചെയ്യണം അപ്പോൾ ഓർഗനൈസേഷൻ്റെ പോളിസി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ഫാക്ട്സ്. അപ്പോൾ പോളിസി മേക്ക് ചെയ്യുമ്പോൾ തന്നെ ഇത് എന്തിൻ്റെ ബേസിലാണ്, ഫാക്ട്സിൻ്റെ ബേസിലായിരിക്കണം. ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായിട്ടുള്ള കാര്യത്തിൻ്റെ ബേസിലായിരിക്കണം പോളിസീസ് മേക്ക് ചെയ്യേണ്ടത്. ലാസ്റ്റ് വൺ, ഇറ്റ് ഷുഡ് ബി സ്റ്റേറ്റഡ് ഇൻ ക്ലിയർ ടേംസ്. ക്ലിയർ ടേംസിൽ തന്നെ ഈ പോളിസീസ് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയാണ് ഒരു ഗുഡ് പോളിസിക്ക് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പാണ് പ്രൊസീജിയേഴ്സ്. പ്രൊസീജിയേഴ്സ് ആർ ഓപ്പറേഷൻ ഗൈഡ് ടു ആക്ഷൻ. പ്രൊസീജിയേഴ്സ് എന്താണ്, നമ്മൾ പ്രൊസീജിയേഴ്സ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ചില പഠിക്കുന്ന പാഠഭാഗങ്ങളിലൊക്കെ ഉണ്ടായിരിക്കാം പ്രൊസീജിയേഴ്സ്. അപ്പോൾ പ്രൊസീജിയേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ സ്റ്റെപ്സ് ആണ്. അപ്പോൾ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് വേണ്ടത്, അതിന് സെറ്റ് ചെയ്യേണ്ട സ്റ്റെപ്പിന് പറയുന്നതാണ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എ പ്രൊസീജിയേഴ്സ് ടെൽസ് ഹൗ എ വർക്ക് ഈസ് ടു ബി ഡൺ. എങ്ങനെയാണ് ഒരു വർക്ക് ചെയ്യേണ്ടതെന്ന് കാണിക്കുന്നതാണ് ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊസീജിയർ ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിലായിരിക്കണം. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എടുക്കുകയാണെങ്കിൽ ആദ്യം എന്തുണ്ടായിരിക്കണം, ഗുഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം, കസ്റ്റമേഴ്സ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കണം. അതിനനുസരിച്ചിട്ടാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുക. അപ്പോൾ ഒരു സ്റ്റെപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ള സ്റ്റെപ്പ് തന്നെയാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ദീസ് ആർ പ്ലാൻ സ്പെസിഫൈങ് വേസ് ടു പെർഫോം വേരിയസ് ടാസ്ക് ടു അച്ചീവ് ദി ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് ടാസ്കുകൾ പെർഫോം ചെയ്യേണ്ടതെന്ന് ഉള്ളതിനെയാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. പ്രൊസീജിയേഴ്സ് ആർ ഗൈഡ് ടു ആക്ഷൻ. ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ ജോർജ് ടെറി ഡിഫൈൻസ് എ പ്രൊസീജിയർ ഈസ് എ സീരീസ് ഓഫ് related that make up the chronological sequence and established way of performing the work to be accomplished. അതായത് ഒരു വർക്ക് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ വഴിയിലൂടെയാണ് സഞ്ചരിക്കേണ്ടത് അത് കാണിക്കുന്ന ഒരു സീരീസ് ഓഫ് ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ പ്രൊസീജിയർ എന്ന് പറയുന്നത്. തേർഡ് ടൈപ്സ് ഓഫ് പ്ലാനാണ് റൂൾസ് എന്ന് പറയുന്നതും ഗൈഡ്സ് ടു ആക്ഷൻ ആണ്. പക്ഷേ എന്താണ്, പ്രൊസീജിയറിനെ പോലെയല്ല. എ റൂൾ ഈസ് എ സ്പെസിഫിക് ആക്ഷൻ ടു ബി ടേക്കൺ ഓർ നോട്ട് ടു ബി ടേക്കൺ വിത്ത് റെസ്പെക്ട് ടു എ സിറ്റുവേഷൻ. അതായത് ഇപ്പോൾ നമ്മൾ ഒരുപാട് റൂൾസ് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, ഗവൺമെൻറ്റിൻ്റെ റൂളുകൾ, ആ റൂൾ വന്നു ഈ റൂൾ വന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ റൂൾ എന്ന് പറയുന്നതാണെങ്കിൽ പ്രൊസീജിയറിൻ്റെ പോലെയല്ല. ഇതെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിൽ, അതിനെയാണ് നമ്മൾ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ റൂൾസ് ആർ ഡെഫിനിറ്റ് ആൻഡ് റിച്ച്ഡ്. റൂൾ എന്താണ്, വ്യക്തമായതുപോലെ അതികൃത്യമായിട്ടുള്ളതും ആയിരിക്കണം എന്ത് റൂൾ എന്ന് പറയുന്നത്. ദെർ ഇസ് നോ ഡീവിയേഷൻ ഫ്രം ദി സ്റ്റേറ്റഡ് ആക്ഷൻ എക്സെപ്റ്റ് ഇൻ ഫ്യൂ റയർ കേസസ്. അതായത് ഒരു ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ മാറ്റം വരാൻ പാടില്ല. നമ്മൾ പ്രതീക്ഷിച്ചതിന് ഒരു മാറ്റം വരാൻ പാടില്ല. ഈ റൂൾസിൽ പറയും ദേ ആർ സ്റ്റാൻഡിങ് പ്ലാൻസ്. ഇതെന്താണ്, ഒരു സ്റ്റാൻഡിങ് പ്ലാൻസ് തന്നെയാണ്. അപ്പോൾ റൂൾ ഡസ് നോട്ട് അലോ എനി ഡിസ്ക്രിയേഷൻ. റൂൾസ് എന്താ അലോ ചെയ്യില്ല, ഒരു വിവേചനം, ഡിസ്ക്രിയേഷൻ പറഞ്ഞാൽ വിവേചനം, അതൊന്നും അലോ ചെയ്യില്ല. അപ്പോൾ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് പ്രൊസീജിയറിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് എന്ത് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊസീജിയറിൽ വരുന്നൊരു സംഭവമാണ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ ചെയ്യേണ്ട എന്നുള്ള ഒരു ഗൈഡ് തന്നെയാണ് റൂൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് സ്ട്രാറ്റജി. The term strategy is derived from military where it is taken to mean the process of planning the movements of troops so as to outplay the enemy in the battlefield. അതായത് ഒരു മിലിറ്ററി എന്നാണ് എന്ത് ഈ ഒരു ടേം സ്ട്രാറ്റജി വന്നിട്ടുള്ളത്. അപ്പോൾ മിലിറ്ററിക്കാരെന്ത് ചെയ്യാണ്, യുദ്ധക്കളത്തിൽ അവരുടെ എനിമീനെ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഓരോ സ്റ്റെപ്പും പ്ലാൻ ചെയ്യണം. അപ്പോൾ ആ പ്രോസസ്സാണ് ഇവിടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഈ ഒരു ബേസിസിൽ പറയുകയാണെങ്കിൽ സ്ട്രാറ്റജി എന്താണ്, അവരുടെ തന്ത്രമാണ്. അതുപോലെ തന്നെയാണ് ബിസിനസ് ടേമിൽ പറയുകയാണെങ്കിൽ. അപ്പോൾ ബിസിനസ്സിൽ പറയുകയാണെങ്കിൽ ഇറ്റ് മെയ്ഡ് ഇൻ ദി ലൈറ്റ് ഓഫ് പ്ലാൻ ഓഫ് കോമ്പറ്റീറ്റേഴ്സ്.
അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് തയ്യാറാക്കുന്നതാണ് എന്ത് പ്ലാൻ. ഇപ്പോൾ ഓപ്പോ വിവോ എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം ഒരേപോലെയുള്ള കമ്പനീസാണ്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്ക് മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് അവരെങ്ങനെയൊക്കെ ഇറക്കുന്നു അതിനനുസരിച്ചുള്ള മൊബൈൽസും കാര്യങ്ങളും ഇവർ ഇറക്കേണ്ടി വരും. അപ്പോൾ അത് കോമ്പറ്റീറ്റേഴ്സിനെതിരെ ഉണ്ടാക്കുന്ന ഒരു തന്ത്രമാണെന്ത് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പാണ് പ്രോഗ്രാംസ്. Programs is a sequence of activities to be undertaken for implementing the policies and achieving the objectives of an organization. പ്രോഗ്രാം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എവിടെ നോക്കുകയാണെങ്കിലും ഇപ്പോൾ കോളേജിലാണെങ്കിൽ പോലും പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അണ്ടർടേക്ക് ചെയ്യുന്നത്. അപ്പോൾ പ്രോഗ്രാം ഈസ് എ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് ടു ബി അണ്ടർടേക്കൺ ഫോർ ഇംപ്ലിമെൻറ്റിംഗ് ദി പോളിസീസ് ആൻഡ് അച്ചീവിങ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് എന്ത് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസിനാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു പ്രോഗ്രാം എടുക്കുകയാണെങ്കിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും അതിൽ. ഇപ്പോൾ വെൽക്കം സ്പീച്ച്, ഇനാഗുറേഷൻ, അതുപോലെ ഗസ്റ്റിൻ്റെ സ്പീച്ച്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതുപോലെ തന്നെയാണ് ഓർഗനൈസേഷൻ്റെ പ്രോഗ്രാംസിലും വരുന്നത്. ഒരുപാട് ആക്ടിവിറ്റീസ് ചേർന്നതാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു എലൻ, പ്രോഗ്രാംസ് ഈസ് എ സീക്വൻസ് ഓഫ് ആക്ഷൻ. എലൻ്റെ അഭിപ്രായത്തിൽ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു സീക്വൻസ് ഓഫ് ആക്ഷനാണ് പ്രോഗ്രാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് വേരിയസ് എലമെൻറ്റ്സ് റിക്വയർഡ് ടു ഇംപ്ലിമെൻറ്റ് പോളിസീസ് ആൻഡ് അക്കംപ്ലിഷ് ഒബ്ജക്റ്റീവ്സ്. ഇതെന്ന് പറഞ്ഞാൽ വേരിയസ് എലമെൻറ്റ്സ് കൂടിയതാണ് പ്രോഗ്രാംസ്. റിക്വയർഡ് ടു ഇംപ്ലിമെൻറ്റ് പോളിസീസ് ആൻഡ് അക്കംപ്ലിഷ് ഒബ്ജക്റ്റീവ്സ് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടും നമ്മൾ പോളിസീസൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടും കൊണ്ടുവരുന്ന എലമെൻറ്റ്സിനെയാണ് പോളിസീസ് എന്ന് പറയുന്നത്, അല്ല പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഇറ്റ് ഈസ് എ സിംഗിൾ യൂസ് പ്ലാൻ. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒറ്റ യൂസിന് മാത്രമേ പറ്റുള്ളൂ. പിന്നെ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു അച്ചീവ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാ പ്ലാൻസും കൊണ്ടുവരുന്നത്. അപ്പോൾ പ്രോഗ്രാമും അതിന് തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ്സ് എ ഫിക്സഡ് ടൈം ടേബിൾ ഫോർ ഈച്ച് സ്റ്റെപ്പ് ടു ബി അണ്ടർടേക്കൺ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്തൊക്കെ സ്റ്റെപ്പാണ് നമ്മൾ എടുക്കേണ്ടതെന്നുള്ള ഒരു ടൈം ടേബിളാണ് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഷുഡ് എൻഷ്യൂർ കോർഡിനേറ്റഡ് പ്ലാനിങ് എഫേർട്സ്. ഇതെന്ന് പറഞ്ഞാൽ പ്ലാനിങ് എഫേർട്സിന് കോർഡിനേറ്റഡ് പ്ലാനിങ് എഫേർട്സിനൊക്കെ എൻഷ്യൂർ ചെയ്യുന്നുണ്ട്. ഇനി ഓൺ ദി ബേസിസ് ഓഫ് കൈൻഡിൽ തന്നെ ലാസ്റ്റ് വരുന്നതാണ് ബഡ്ജറ്റ്. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഗവൺമെൻറ് ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പീരീഡ് ഓഫ് ടൈമിക്ക് എത്രയാണ് അവർ ആക്ടിവിറ്റീസും കാര്യങ്ങളും അതിന് എത്ര എമൗണ്ട് വരുന്നു ആ കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ് ബഡ്ജറ്റ്. അപ്പോൾ ബഡ്ജറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എക്സ്പെക്റ്റഡ് റിസൾട്ട്സ് എക്സ്പ്രസ്ഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ് ഫോർ എ ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം. അതായത് ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്ന എക്സ്പെക്റ്റഡ് റിസൾട്ട്സ് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ത് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. നമ്മൾ എത്രയാണ് പ്രതീക്ഷിക്കുന്ന റിസൾട്ട് അത് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒരു പീരീഡ് ഓഫ് ടൈമിലേക്ക് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ടെറി ഡിഫൈൻസ് എ ബഡ്ജറ്റ് ആസ് എസ്റ്റിമേറ്റ് ഓഫ് ഫ്യൂച്ചർ നീഡ്സ് കവറിങ് സം ഓർ ഓൾ ഓഫ് ദി ആക്ടിവിറ്റീസ് ഓഫ് ആൻ എൻ്റർപ്രൈസ് ഫോർ എ ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം. ടെറി ഡിഫൈൻ ചെയ്യുന്നത് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ നീഡ്സ് എസ്റ്റിമേറ്റ് ചെയ്യുക, അതുപോലെ കവറിങ് സം ഓർ ഓൾ ഓഫ് ദി ആക്ടിവിറ്റീസ് ഓഫ് ദി എൻ്റർപ്രൈസസ്. ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഒരു എൻ്റർപ്രൈസിലെ എല്ലാ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ ചില ആക്ടിവിറ്റീസോ കവർ ചെയ്യുക, അതൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് പ്ലാനിങ് ഓൺ ദി ബേസിസ് ഓഫ് കൈൻഡ്. നെക്സ്റ്റ് പറയുന്നതാണ് ഓൺ ദി ബേസിസ് ഓഫ് യൂസ്. നമ്മൾ ഉപയോഗത്തിനനുസരിച്ചിട്ട് എങ്ങനെയൊക്കെയാണ് പ്ലാനിങ്ങിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. 2 ടൈപ്പാണ്, സ്റ്റാൻഡിങ് പ്ലാനും സിംഗിൾ യൂസ് ഓഫ് പ്ലാനും. സ്റ്റാൻഡിങ് പ്ലാൻസ് are plans which are followed in each time in a particular situation is encountered. These plans are meant for repeated use. They are ready gates to action and are of use for a long period of time. അപ്പോൾ സ്റ്റാൻഡിങ് പ്ലാൻസ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻസ് വരുമ്പോൾ ഉപയോഗിക്കുന്നതാണെന്ത് സ്റ്റാൻഡിങ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലാൻ എന്ന് പറയുന്നത് റിപ്പീറ്റഡ് യൂസിനും ഇങ്ങനത്തെ പ്ലാൻസ് ഉപയോഗിക്കാം. അപ്പോൾ ഈ സ്റ്റാൻഡിങ് പ്ലാൻസ് ഒരു ലോങ് പീരീഡിക്കുള്ളൊരു പ്ലാൻ തന്നെയാണ് സ്റ്റാൻഡിങ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പ്രാവശ്യം ഇത് ഉപയോഗിക്കാൻ പറ്റും സ്റ്റാൻഡിങ് പ്ലാൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു വട്ടം പ്ലാൻ ചെയ്താൽ തന്നെ ഒരുപാട് പ്രാവശ്യം, ഇപ്പോൾ നമ്മൾ ഇൻഫ്ലേഷൻ വരികയാണ്, ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇൻഫ്ലേഷൻ സ്റ്റേജിലാവുകയാണെങ്കിൽ നമുക്കൊരു പ്ലാന്
ഇത് കൊണ്ടുവന്നു. അപ്പോൾ ആ പ്ലാൻ തന്നെ വീണ്ടും നമുക്ക് ഇൻഫ്ലേഷൻ വരുമ്പോൾ ഉപയോഗിക്കാം. അങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് ലോങ് ടേമിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലാൻസാണ് സ്റ്റാൻഡിങ് പ്ലാൻസ്. നെക്സ്റ്റ് വൺ, സിംഗിൾ യൂസ് ഓഫ് പ്ലാൻ. ദീസ് ആർ ദി പ്ലാൻസ് വിച്ച് ആർ നോട്ട് ഫോളോവേഡ് വൺസ് ദ ഗോൾ ഈസ് അച്ചീവ്ഡ്. ഇതെന്ന് പറഞ്ഞാൽ ഒറ്റ യൂസിന് മാത്രം ഉപയോഗിക്കുന്ന പ്ലാൻ തന്നെയാണ് സിംഗിൾ യൂസ് ഓഫ് പ്ലാൻ എന്ന് പറയുന്നത്. ദിസ് പ്ലാൻ ഹാസ് എ സിംഗിൾ യൂസ്, ഒറ്റ യൂസ് ഉണ്ടായിരിക്കുള്ളൂ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സോൾവ് എ പെർട്ടിക്കുലർ പ്രോബ്ലം. ഇത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുള്ളൂ. അങ്ങനത്തെ പ്ലാൻസാണ് സിംഗിൾ യൂസ് ഓഫ് പ്ലാൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, ഓൺ ദി ബേസിസ് ഓഫ് ദെയർ ഒറിജിൻ്റെ ബേസിസിൽ, അതായത് രൂപീകരിച്ചതിൻ്റെ ബേസിസിൽ രണ്ട് പ്ലാൻസ് ആണുള്ളത്, ഇമ്പോസ്ഡ് ഒറിജിനും അതുപോലെ അപ്പീൽഡ് ഒറിജിൻ. ഇമ്പോസ്ഡ് പ്ലാൻസ് ആർ ഫോർമുലേറ്റ് അറ്റ് ദി ടോപ്പ് ലെവൽ ആൻഡ് ഇമ്പോസ്ഡ് ടു ലോവർ ലെവൽ. അതായത് ഇമ്പോസ്ഡ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് ഫോർമുലേറ്റ് ചെയ്യുന്ന പ്ലാൻസ് ആണ് ഇമ്പോസ്ഡ്. അപ്പീൽഡ് എന്ന് പറഞ്ഞാൽ ഫ്രം ദി ലോവർ ലെവലിൽ നിന്ന് മുകളിലേക്ക് ചെയ്യുന്നതാണ് അപ്പീൽഡ് പ്ലാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് പ്ലാൻസിൽ വരുന്നത്.